അത്ഭുതമാണ്. എന്നുവെച്ചാൽ അത്രേ ആഴത്തിലാണ് അവൻ്റെ പ്രവൃത്തികൾ കിടക്കുന്നത്. നമ്മളതൊന്നും കാണാതെയും കേൾക്കാതെയും നമ്മളെ തന്നെ വിധിച്ചുകൊണ്ട് നടക്കുന്ന ഈ ലോകത്തിൽ ദൈവം നമുക്ക് നന്മയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നു. ഇവിടെ സംസാരിച്ചതില്ലാതെ തന്നെയാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. നമ്മൾ നമ്മുടെ മനസ്സിനെ ഒന്ന് നിയന്ത്രിച്ചിട്ട് നമ്മൾ നന്മയോടുകൂടി ദൈവത്തെ അനുസരിക്കുക. ലൂക്കോസ് 18-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. യേശുവേ ഹല്ലേലൂയ. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൻ അവന്റെ അടുക്കൽ ചെന്നു, എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറെ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കും എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. എന്റെ മുഖത്തടിക്കുമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. അത്രയെങ്കിലും ഒരു ബോധം അവിടെ വന്നു. ഇത് ആരെ പറ്റി പറയുന്നു? നമ്മളെ പറ്റി തന്നെയാണ്. എന്ത് പറഞ്ഞാലും ഒരു മനസ്സ് പോലും ഇല്ലാതിരുന്നത് അതിന്റെ മുമ്പിൽ ഇരുന്നിട്ട് കേട്ടിട്ട് പോകുന്നു. കേട്ടാൽ അത് പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ജീവിത നഷ്ടത്തിലേക്കും കഷ്ടത്തിലേക്കും പോകുന്നതിനുള്ള ഓരോ ഉപമകളും പറഞ്ഞു മനസ്സിലാക്കിയ ദൈവമാണ്. എല്ലാം ദൈവം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് സാധാരണ രീതിയിലുള്ള സാധാരണക്കാരുടെ ഭാഷയിലും എല്ലാം മാന്യമായി നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ അന്നേരം അവിടെ രാജാക്കന്മാരാകുകയാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. മനുഷ്യനെ ശങ്കയും ദൈവത്തെ ഭയവുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. വിധവ ചെന്ന് അവന്റെ കഷ്ടതയെല്ലാം ന്യായാധിപനോട് പറഞ്ഞു. ന്യായാധിപനോ അതെല്ലാം കേട്ടിട്ട് മൈൻഡ് ചെയ്യാതെ അവന്റെ ഇഷ്ടത്തിന് എന്നിട്ട് അവൻ തന്നെ താനെ പറഞ്ഞു. എന്ത് പറഞ്ഞു? അവൻ അവന്റെ അടുക്കൽ ചെന്നു, എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറെ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്റെ മുഖത്തടിക്കും എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. ഞാൻ അവളെ പ്രതിക്രിയ ചെയ്യും. എങ്ങനെ? അവൾക്ക് ന്യായമൊക്കെ കൊടുക്കും, എല്ലാം കൊടുക്കുന്ന അവളെ എങ്ങനെ? ദൈവത്തിന്റെ രീതിയിലോ ദൈവത്തിലുള്ള ഭയത്തിലോ അല്ലാതെയാണ് അവിടെ ആ ന്യായാധിപന്റെ സംസാരം വരുന്നത്. അല്ലേ? എനിക്ക് ദൈവത്തെ വലിയ പേടിയൊന്നുമില്ല, എനിക്ക് ദൈവത്തെ മാനിക്കാനൊന്നും പറ്റത്തില്ല, എനിക്ക് എന്റെ നിയമമുണ്ട്, അതനുസരിച്ച് ഞാൻ ചെയ്യും. ലോകവും ലോകത്തിന്റെ ശക്തികളും ഇതേ രീതിയിൽ നമ്മളെയും നമ്മുടെ ഹൃദയത്തെയും തിരിച്ചു മറിച്ച് കൊണ്ടുപോകുന്ന ഒരു സമയമാണ്. ഈ വരൻ ഒരു രാജാവല്ല, ഇത് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളെ തന്നെയാണെന്ന് നമ്മൾ കണക്കൂട്ടി നോക്കിക്കേ. നമ്മളോട് ദൈവം പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ രീതിയിലെല്ലാം ജീവിക്കണം, ഈ രീതിയിലെല്ലാം പ്രവർത്തിക്കണം, നിങ്ങളുടെ ചുറ്റിനുള്ള സാധുക്കളെ നിങ്ങൾ നോക്കണം, അവർക്ക് വേണ്ടിയിട്ട് നന്മ ചെയ്യണം. പക്ഷേ പറഞ്ഞതെന്താണ്? അത് നിന്റെ വാദ്യമൊക്കെ അവിടെ ഇരിക്കട്ടെ, നിന്റെ പ്രവർത്തികളൊക്കെ അവിടെ നിന്നോട്ടെ, എനിക്ക് വലിയ ഭയമൊന്നുമില്ല, ഞാനിപ്പോ രാജാവാണ് ഇവിടുത്തെ, ഞാൻ ഈ പള്ളിയിലെ മൂപ്പനാണ്, ഞാൻ എന്റെ സൗകര്യം പോലെ ചെയ്തോളാം, എനിക്ക് തോന്നുമ്പോ ചെയ്യും എന്ന് പറയുന്ന മനസ്സുള്ള മനുഷ്യനാണ് ഇവിടുത്തെ രാജാവ്. അത് നമ്മളാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക, നമ്മൾ അതിനെ പറ്റി ഒന്ന് ചിന്തിക്കുക. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഇവണ്ണമാണോ? അതോ ദൈവത്തിൽ ഭയമുള്ളൊരു ജനമാണ് നിന്നിട്ട് അവനോട് ചേർന്ന് നിൽക്കുകയാണ്? ദൈവം പറയുന്നത് കേൾക്കാനും ദൈവത്തെ ഭയമുണ്ടെന്ന് പറയാനും ഒരു വായ്ക്കൊണ്ടെങ്കിലും പറയാൻ ധൈര്യമില്ലാത്ത ജനമേ,
എന്തെല്ലാം പറയുന്നുണ്ട്, എന്തെല്ലാം കേൾക്കുന്നുണ്ട്, എന്നാൽ അതിനൊരു വില കൊടുക്കുന്നുണ്ടോ? നമ്മൾ എന്താണ് കൊടുക്കുന്നത് വില? നമ്മുടെ ബുദ്ധിക്കും ശക്തിക്കും ഒത്ത രീതിയിൽ നമ്മൾ വില കൊടുത്ത് നഷ്ടത്തിലേക്കും കഷ്ടത്തിലേക്കും കൂപ്പൂത്തി വീഴുകയാണ്. എന്നിട്ട് കിടന്ന് അയ്യം വിളിക്കുന്നു, ഞാൻ ഇങ്ങനെയൊക്കെ പോകത്തുള്ളൂ, എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റത്തുള്ളൂ. ഇതാണ് ധിക്കാരമെന്ന് ദൈവം പറഞ്ഞത്. പക്ഷെ ഒരു സാധാരണ സ്ത്രീക്ക് അവന്റെ മനസ്സ് തിരിക്കാൻ പറ്റി. എന്താണ് എന്ന് വെച്ചാൽ തല്ലുകൊള്ളൂ എന്നുള്ള പേടി എന്നർത്ഥം. അതില്ലാത്ത രീതിയിലാണ് ഇന്നത്തെ ജനം പോകുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. വേറെ ഒന്നുമില്ല. എല്ലാ മലയാളത്തിൽ പറയുന്നുണ്ട്, ദൈവത്തെ ഭയമില്ലാത്ത ജീവിതം നഷ്ടത്തിലേക്ക് പോകും. ദൈവം വെറുതെ വിടുകയില്ല. ദൈവം ന്യായത്തിനും വേണ്ടി മാത്രം നിൽക്കുന്നവനാണ്. ഇവിടെ പ്രസംഗിച്ച കുലത്തിൽ പറഞ്ഞല്ലോ, ഒരു സാധാരണ ആട്ടിടയന്റെ കുലത്തിൽ വന്ന് ജനിച്ചു. ദൈവത്തിന് എന്തുകൊണ്ട് രാജാവാകാമായിരുന്നു? അല്ല, രാജാവാൻ പറ്റാഞ്ഞിട്ടാണോ? സ്വർഗീയ പിതാവിന്റെ മകനായി ജനിച്ച ദൈവം എന്തിന്? സാധുക്കളെ രക്ഷിപ്പാൻ, മനുഷ്യനെ രക്ഷിപ്പാൻ. അവൻ രാജാവായിട്ടല്ല വന്നത്, അവൻ ജനമായി ഒരു പുരോഹിതനായിട്ടാണ് വന്നത്. നമ്മളോ രാജാവിനെ നോക്കി നിൽക്കുന്ന ജനമായിരുന്നു. രാജാവ് ജനിക്കും, ഞങ്ങളെ രക്ഷിക്കും, ഞങ്ങളെ ആട് വലുതാക്കിക്കളെ എന്നെല്ലാം പറഞ്ഞിരുന്ന യഹൂദാജനത്തോടാണ് ഇതെല്ലാം പറയുന്നത്. അവർക്ക് ഇഷ്ടപ്പെടുവോ? അവരവനെ തള്ളിക്കളഞ്ഞു. ഇന്നും അനുഭവിക്കുന്നു, ഇന്നും നടക്കുന്നു. എല്ലാം ദൈവത്തെ തേടി നടക്കുന്നു. ദൈവം രാജാവായിട്ട് എന്ന് വരും, അന്ന് അവരവരെ സ്വീകരിക്കും. തീർച്ചയായിട്ടും വരും എന്നുള്ളൊരു വിശ്വാസമുണ്ടെങ്കിൽ ഇന്നെങ്കിലും നമ്മൾ ഇന്ന് 2023 തീരാൻ പോവുകയാണ്. ഇന്നെങ്കിലും നമ്മളൊരു തീരുമാനം എടുക്കുക. ഞാൻ എന്റെ ദൈവത്തിന്റെ വാക്കുകൾക്ക് വില കൊടുത്തിട്ട് അതനുസരിച്ച് ജീവിക്കും. എനിക്ക് കഷ്ടവും നഷ്ടവും ഒക്കെ വരാം, വന്നാലും അത് ദൈവത്തിന് തീർക്കാൻ കഴിവുണ്ട്. ഞാൻ എന്റെ ദൈവത്തിന്റെ അടുത്ത് ഇനി പരാതി പറയുള്ളൂ. അല്ലാതെ നമ്മൾ നടന്ന് നാം കേൾക്കുന്നതിനെല്ലാം വിധിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ അവിടെ നിർത്തി അവരെ ഉപദ്രവിച്ച് എന്തെല്ലാം ചെയ്യാവോ അത് മുഴുവൻ നമ്മുടെ മനസ്സിന്റെ തീരുമാനമാണ്. അങ്ങനെ മനസ്സിന്റെ തീരുമാനം എടുക്കുന്ന ഒരു ന്യായാധിപൻ, ന്യായമായിട്ട് നടക്കേണ്ടവനാണ് ന്യായാധിപൻ. പക്ഷെ അവന്റെ വായിൽ നിന്ന് വാക്കുകൾ വരുന്നതാണ്, എനിക്ക് ദൈവത്തെ ഭയമില്ല, മനുഷ്യനെ ഭയമില്ല, ഞാൻ ആരെയും ഭയപ്പെടുന്നുമില്ല. പിന്നെ ഒരു കാര്യം മാത്രം, അവള് വന്ന് എന്റെ മുഖത്തടിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? അത് മേൽ ചിന്തിച്ചിട്ടാണ് ഇന്ന് ഓരോരുത്തരും നന്മയിലേക്ക് നടക്കുന്നത്. എനിക്ക് കഞ്ഞി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? എനിക്ക് എന്റെ ജോലി പോയാൽ എന്ത് ചെയ്യും എന്നല്ലാതെ എന്നാൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ദൈവത്തെ വിളിച്ചോളാം. ആണോ എന്ന് മനുഷ്യനായ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾക്ക് വേണ്ടി വന്ന പൂജാതനായി കാൽവരി ക്രൂശിൽ യാഗമായി ആ രക്തം പോലെ ഊറ്റി നമുക്ക് വേണ്ടി തന്ന് നമ്മളെ രക്ഷിച്ച ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിലിരിക്കുന്ന ധിക്കാരവുമുണ്ട്, ധിക്കാരമായ സംസാരവും ധിക്കാരമായ പ്രവൃത്തിയും കൊണ്ട് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയിട്ട് ആരാണ് നമ്മളെ രക്ഷിക്കാനുള്ളത്? ആരാണ് നമ്മളെ കരുതാനുള്ളത്? ഈ ലോകത്തിൽ നമുക്കൊരു ജന്മം തന്ന ദൈവമല്ലാതെ, കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ ഈ ലോകത്തിൽ നമ്മളെ രക്ഷിപ്പാൻ ആരും ഇറങ്ങി വന്നിട്ടില്ല. എന്നെങ്കിലും നമ്മൾ ഈ വർഷത്തിന്റെ അവസാന സമയമെങ്കിലും ഇപ്പൊ ഈ പോകുന്ന വർഷത്തിൽ നമുക്ക് പല ആപത്തുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, രോഗങ്ങളും ഭാരങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും നമ്മളെ തള്ളിക്കളയാത്ത ഒരു ദൈവം എന്നും നമ്മളോട് കൂടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തോട് കൂടിയെങ്കിലും, അല്ലാതെ ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല, ഞാൻ പ്രവൃത്തി ചെയ്ത് നന്മ ചെയ്യും എന്നുള്ള ആ വാക്കൊന്ന് നിർത്തിയിട്ട് ഞാൻ പോകും, ഞാൻ അവിടെ കേൾക്കും, ഞാൻ ഇരിക്കും, എന്നാൽ ഞാൻ എന്റെ രീതിയിൽ പോകും എന്ന് വരെ നീ പോകും. ദൈവം ശിക്ഷാവിധിക്ക് വരുന്നുണ്ട്. അതിനു മുമ്പേ എങ്കിലും നീ തിരിയുക എന്നാണ് ഇതെല്ലാം പറയുന്നതുകൊണ്ടുള്ള പ്രയോജനം. ആർക്ക് പ്രയോജനം? പറയുന്നവർക്ക് എന്ത് പ്രയോജനം? ഒന്നുമില്ല. പക്ഷേ അത് കേൾക്കുന്നവനെങ്കിലും എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടി
ദൈവത്തിൽ ആശ്രയിച്ചാൽ അവന്റെ കഷ്ടതയ്ക്കെല്ലാം കുറവ് കിട്ടും. അല്ലാതെ ആർക്കും ആരെയും രക്ഷിക്കാൻ പറ്റാത്തൊരു കാലമാണ്. ലോകരാജ്യങ്ങളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തും ഇവന്റെ കയ്യിലിരിക്കുന്ന അവിടെ കൊണ്ടിട്ടു, അവന്റെ ഇങ്ങോട്ട് കൊണ്ടിട്ടു. എന്ന പ്രയോജനം? രണ്ടു കൂട്ടത്തിലുള്ള ആയിരക്കണക്കിന് ആൾക്കാർ മരിക്കുന്നു. ഇതല്ലേ പ്രയോജനം? പക്ഷെ അതല്ല കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, ഞാൻ മരിച്ചാലും നിങ്ങളെ ഞാൻ രക്ഷിക്കും. നിങ്ങള് എന്നിട്ട് എന്ത് ചെയ്തു? കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്ന കണ്ടോണ്ട് സ്വന്തം ശിഷ്യന്മാരെല്ലാം ഓടി ഒളിച്ചില്ലേ? ഞാൻ അറിയത്ത് പോയില്ല. എന്നാൽ ദൈവത്തിന് അറിയാം ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നവനാണ്. അന്ന് 3 പ്രാവശ്യം തന്നെ തള്ളിക്കളയാതെ ഇന്ന് പോയില്ല എന്ന് വരെ പറഞ്ഞ ദൈവത്തിന്റെ മുന്നിൽ കേട്ട മനുഷ്യനാണ് പറഞ്ഞത്. എനിക്ക് ആ മനുഷ്യനെ അറിയില്ല, ഞാൻ ആ നാട്ടുകാരൻ പോലുമല്ല. എങ്ങനെ ദൈവം നമ്മളെ നന്നാക്കും? ദൈവം എങ്ങനെ നമ്മളെ നന്മയിലേക്ക് കൊണ്ടുവരും? നമുക്ക് കിട്ടുന്ന ഒരവസരമെങ്കിലും ഞാൻ ആ ദൈവത്തിന്റെ കൂടെ നിന്നവനാണ്. എനിക്ക് പല നന്മകളും ചെയ്തിട്ടുണ്ട്, എനിക്ക് പല നന്മകളും കിട്ടിയിട്ടുണ്ട് എന്ന് ധൈര്യത്തോടുകൂടി പറയാൻ കഴിവില്ലാത്ത ജനമേ, എങ്ങനെ ദൈവം നമ്മളെ രക്ഷിക്കും? ഇവിടെ ആരും ആരെയും കുറ്റം പറയുന്നതല്ല, ആരും ആരെയും ദ്വേഷിക്കുന്നതല്ല. പക്ഷെ ഒരു സത്യം മാത്രമാണ് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു സത്യമാണിത്. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ശോധന ചെയ്യുക. നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന ആ ന്യായാധിപതി തെറ്റായി വിധിക്കരുത്. ദൈവത്തെ എനിക്ക് ഭയമില്ല പറയത്തക്ക ധിക്കാരം നമ്മുടെ മനസ്സിൽ വന്നു പോയോ, നഷ്ടവും കഷ്ടവും എല്ലാം ഒന്നിച്ച് നമ്മൾ ഈ ലോകത്തിൽ തന്നെ അനുഭവിക്കാതെ എങ്ങോട്ടും പോകില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ തീരുമാനത്തിലേക്ക് മാറുക. ഞാൻ എൻ്റെ ദൈവത്തെ കാണും, ഞാൻ എൻ്റെ ദൈവം പറയുന്നതനുസരിച്ച് ഇനി ജീവിക്കുള്ളൂ. അത് എന്തിന്മയായി ചെയ്യുവാതിരിക്കാൻ ഇനി ഞാൻ പാപം ചെയ്യുകയില്ല. ആ തീരുമാനം ഈ വർഷാവസാനത്തിലെങ്കിലും നമ്മൾ എടുത്തില്ലേ? അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം എന്ന് പറയുന്നതിന് തുല്യമായി തീരുകയാണ്. നമ്മളെല്ലാം യോഗ്യന്മാരായിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങൾ ആർക്കും ഒരു ദോഷവും ചെയ്യുന്നില്ല. ആധാരം കൊടുക്കുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങളെ ദൈവം അനുഗ്രഹിപ്പാൻ. ദൈവത്തിന് ഇതൊന്നും അല്ല ആവശ്യം. ദൈവത്തിന് വേണ്ടി നിന്റെ ശുദ്ധ ഹൃദയം നിർമ്മലമായ ഒരു ഹൃദയത്തിൽ തരണമേ നമ്മൾ അപേക്ഷിക്കുന്നുണ്ട്. അത് നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ ദൈവം തന്നെയാണ്. അതെല്ലാം മറന്നിട്ട് തോന്നുന്ന വാക്കുകളെ വിളിച്ചു പറഞ്ഞ് തോന്നുന്ന പ്രവൃത്തി ചെയ്ത് നടന്നാൽ എന്ന് വരെ എപ്പം വരെ ദൈവം നമ്മളെ വെറുതെ വിടും. അവന്റെ ന്യായവിസ്താര ദിവസത്തിൽ നമ്മളെയും അവിടെ നിർത്താതെ ഒന്നും വിടത്തില്ല. ദൈവത്തിന് അങ്ങനെ മുഖപക്ഷമൊന്നുമില്ല. മുഖപക്ഷമുണ്ട് ആരെ? നന്മ ചെയ്യുന്നവനെ അവൻ രക്ഷിക്കും. 1, 2, 3 പല പ്രാവശ്യം 70 വട്ടം ക്ഷമിക്കണമെന്ന് പറഞ്ഞ ദൈവം. അപ്പൊ ദൈവം ക്ഷമിക്കാതിരിക്കുമോ? ഈ 70 വട്ടവും 700 വട്ടവും കഴിഞ്ഞിട്ട് നമ്മൾ തെറ്റിലേക്ക് പോലും ചെയ്യും. നിശ്ചയമായി ശിക്ഷ വരും. ആ ശിക്ഷയിൽ നിന്ന് ഒഴിയണമെങ്കിൽ ഇങ്ങനെയല്ല ഓർക്കണ്ടേ? ആ സ്ത്രീ വന്ന് തല്ലുമെന്ന് ഓർത്തല്ല. എന്റെ രക്ഷകന്റെ മുന്നിൽ ഞാൻ പറയുന്ന വാക്കുകളെല്ലാം തെറ്റിപ്പോയല്ലോ, എന്റെ നീതി തെറ്റായി പോയല്ലോ, എന്റെ ന്യായവിധി തെറ്റായി പോയല്ലോ. ദൈവമേ, ഞാൻ ചെയ്യേണ്ട നന്മ ചെയ്യാതെ തിന്മയിലേക്ക് പോയല്ലോ. നമ്മൾ മനസ്സുരുക്കമുള്ള ആത്മാവോടുകൂടി ദൈവത്തോട് അപേക്ഷിച്ചാൽ നമ്മുടെ തെറ്റുകൾക്കെല്ലാം വിടുതൽ കിട്ടും. നമ്മൾ അത് വാങ്ങാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ആരെയും കാണിക്കാനല്ല, നമ്മൾ ആരോട് പറയാനല്ല. പക്ഷേ എനിക്ക് ദൈവത്തെ ഭയമില്ലാതൊരു വാക്ക് പറയാൻ പാടില്ല. അതാണ് ഇവിടെ ഇതിനകത്തെ പ്രധാന വാക്ക്. വേറെ ഒന്നുമില്ല. അവിടെ രാജാവും നീതിപാലകനും ഒക്കെ സത്യമാണ്. പക്ഷെ ഇതെല്ലാം നമ്മൾ തന്നെയാണ്. നമ്മുടെ മനസ്സിലിരിക്കുന്ന നീതിപാലകൻ കേൾക്കുന്നതിന് മുമ്പേ ഒരു വിജയം എന്ന് പറയും. ആഹാ, അവൻ കാണിച്ച തെറ്റല്ലേ, അവനെ ശിക്ഷിക്കേണ്ടതല്ലേ. അങ്ങനെ ശിക്ഷിക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് നമ്മളാണ് ശിക്ഷ അനുഭവിക്കേണ്ടത്. അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്താൻ ദൈവം കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് യാഗമായി തീർന്ന് അവന്റെ അച്ചുടെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തു എന്നുള്ളൊരു വിശ്വാസവും സ്നേഹവും ദൈവത്തോടുണ്ടെങ്കിൽ നമ്മുടെ വായിൽ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ വരികയില്ല. നമ്മുടെ പ്രതാപമൊക്കെ ഞാൻ ജോലി ചെയ്തു,
സമ്പാദിച്ചു. എനിക്ക് എന്റെ ജീവിത സ്വസ്ഥതയോടുകൂടി ഇരിക്കാം. ആരായി സ്വസ്ഥതയോടുകൂടി ഇരിക്കുന്നത്? ഇപ്പൊ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, അങ്ങനെ പലതില്ല. സ്വസ്ഥതയ്ക്ക് എല്ലാവരും നിസ്സാര ഒരു തലവേദനയ്ക്കൂടെ മരുന്നില്ലെന്നാ പറയുന്നത്. പിന്നെന്താണ് ഇവിടെ ഉള്ളത്? അതിനെല്ലാം ഈ ദൈവത്തെ വിളിക്കുമല്ലാതെ, ദൈവത്തോട് ചേരിയല്ലാതെ നമുക്കൊന്നും ചെയ്യുവാനില്ല. മരുന്ന് കഴിക്കരുതൊന്നും അല്ലേ പറയുന്നത്. നമ്മളെല്ലാ കാര്യങ്ങളും നന്മയോടുകൂടി ഉചിതമാവണ്ണം ചെയ്യുക. പക്ഷെ ഇതെല്ലാം ദൈവത്തെ ഭയന്ന്, ദൈവം പറയുന്നു എന്നുള്ളൊരു വിശ്വാസത്തോടും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക. അല്ലാതെ നമ്മൾ ഒന്നും നേടിയെന്നുള്ള അഹംഭാവം ഇനിയെങ്കിലും ഉണ്ടാകരുത്. ഈ വർഷമെങ്കിലും അതങ്ങ് എടുത്ത് കളയുക. അടുത്ത പുതുവർഷത്തിൽ നമ്മൾ ദൈവത്തിന്റെ മക്കൾ എന്നുള്ള വിശ്വാസികളായി തീരണം. ഇനിയും ലോകത്തെ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെ കേൾക്കും. എന്നാൽ ഇതൊന്നും അവസാനമല്ല എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളും വർഷങ്ങളുമായി. പക്ഷെ അതോടൊപ്പം മറുപടി കൊണ്ട് എപ്പോൾ ദൈവം വരുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അവൻ കള്ളനെ പോലെ വരും, രാത്രി വരും. വിളക്ക് എത്തിച്ചു നോക്കിയിരുന്നെങ്കിൽ കന്യകമായി രക്ഷപ്പെട്ടേനായിരുന്നു. അവര് സുഖമായിട്ടൊരുറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റിട്ട് ആ മണവാളൻ വരട്ടെ എന്നാലും ഞങ്ങള് നല്ല ഊർജ്ജസ്വലതയോടുകൂടെ കണ്ടോളാം. ചിലർ ഉറങ്ങിപ്പോയി, ചിലർ നോക്കിയിരുന്നവന്റെ എണ്ണ പറ്റിപ്പോയി. കർത്താവ് വന്നു, മണവറയിൽ കയറി. ആർക്ക് രക്ഷ കിട്ടി? ആ രക്ഷയാണെന്ന് നമ്മൾ വാങ്ങേണ്ടത്, ആ രക്ഷയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇതിലിരുന്നാൽ ടി വിയുണ്ട്, കാര്യങ്ങളുണ്ട്. ഇതിനേക്കാൾ സുന്ദരമായ പ്രസംഗം നമുക്ക് മാർക്കിടാം, നമുക്ക് അതിനൊരു കുറിപ്പെഴുതാം. നല്ലതായിരുന്നു, മോശമായെന്ന് അറിഞ്ഞാൽ വലിയൊരുവൊക്കെ ഞാൻ ചവിട്ട് തരും. അതായത് ആ സ്ത്രീ പറഞ്ഞ പോലെ അവളെ പേടിയുണ്ടായിരുന്നു, അതുകൊണ്ട് ആരും അങ്ങനെ തൊടുന്നില്ല. പോട്ടെ, ഇത്രമേ വഷളായിരിക്കുന്ന ഈ ലോകത്ത് വെറും നിസ്സാരം എന്താണ് നമ്മുടെ വാക്കുകൾ. എനിക്ക് ദൈവത്തെ ഭയമില്ല. ഇന്ന് ദൈവത്തെ ഭയമില്ലാതെ ജീവിക്കുന്ന ഓരോന്നും കത്തിക്കരിഞ്ഞു പോകല്ലാതെ ഒരെണ്ണം ഉള്ളോട്ട് വന്ന് കാണാവോ? എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ഇന്നും നഷ്ടപ്പെട്ടു പോകാതെ വിഷമിച്ചായാലും ദൈവ സഹായം കൊണ്ട് ജീവിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെയെങ്കിലും ഒന്ന് തിരിഞ്ഞ് ദൈവത്തിലേക്ക് വരാം. ഈ വർഷാവസാനത്തിൽ നമ്മൾ ചെയ്യാനുള്ള ഒറ്റ ഒന്നേ ഉള്ളൂ, ഞാൻ എന്റെ രക്ഷകന്റെ പിന്നാലെ. ആ രക്ഷകൻ പറയുന്നതില്ല ഞാൻ കേൾക്കും. അവൻ എനിക്ക് നല്ലവനാണ്, എനിക്ക് അവൻ നന്മ ചെയ്തവനാണ് എന്ന് നമുക്ക് സുവിശേഷമല്ല, നമുക്ക് സാക്ഷ്യം പറയാൻ കഴിവുണ്ടാകണം. അവനെ ഞാൻ അറിയുന്നില്ലെന്ന് പറയാനല്ല, അവൻ എന്റെ രക്ഷകനാണ്, അവനുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് ജീവിക്കുന്നു എന്ന് പറയാനുള്ള മനസ്സ് ഇന്നെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ അയ്യോ കഷ്ടം. ഈ ലോകം ഇത്രമേൽ അധപ്പതിച്ചിട്ടു. പക്ഷേ ഒരു കൂട്ടം ജനം രക്ഷപ്പെടുന്നു, അവർ ദൈവത്തെ വിളിച്ചിട്ട് രക്ഷപ്പെടുന്നു, അല്ലെ നന്മ കിട്ടുന്നു. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ തളർത്തിരിക്കുന്നത് കണ്ടു, വായിച്ച് ഫലവന്തം കെട്ടിയിരുന്നു. തിരിച്ചു വന്നപ്പോൾ അതിതാ കരിഞ്ഞു നിൽക്കുന്നു, ഉണങ്ങി വാടിപ്പോയി. അതായത് വിശ്വാസിന്റെ മക്കൾ. അതുകൊണ്ട് ദൈവത്തെ വിളിച്ചില്ലെങ്കിൽ നമുക്കൊരു നന്മയും കിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും എടുത്തു പറയുക. നിസ്സാര വാക്കുകൾ എത്ര നേരം പറഞ്ഞാലും അത് തീരില്ല. തീരണമെങ്കിൽ നമ്മൾ നേരെയാകണം. എനിക്കെന്റെ രക്ഷകനെ കണ്ടാൽ മതി, എനിക്കെന്റെ രക്ഷകനെ കണ്ടാൽ മതി, അവൻ പാദത്തിൽ വീഴുന്നാൽ മതി, അവനോട് ചേർന്നു പഠിച്ചാൽ മതി, അവൻ പാദത്തിൽ വീഴുന്നാൽ മതി, അവനോട് ചേർന്നു പഠിച്ചാൽ മതി. അവനോട് ചേർന്ന് പഠിച്ചാൽ മതി, അവന്റെ പാദത്തിൽ ഇരുന്നാൽ മതി, നമുക്ക് രക്ഷയുണ്ടാകും. നമ്മളെ ആരും നോക്കുന്നില്ലെന്നും നമ്മളെ ആരും കയറി എന്നില്ലെന്നും ഒക്കെയുള്ള ചിന്ത എടുത്തു കളഞ്ഞിട്ട് എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്, അവൻ എന്നെ വഴി നടത്തുന്നവനാണ്. ഏതൊക്കെ കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഞാൻ അതിൽ നിന്ന് വിട്ടുമാറുകയില്ല. അവൻ എന്നെ കാക്കുന്നവനാണ്, കരുതുന്നവനാണ്. എല്ലാ രക്ഷയും അവക്കലുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി
തന്റെ ഇടത്തോടുകൂടി നടക്കാൻ, ദൈവത്തിൽ തന്റെ ഇടത്തോടുകൂടി നടക്കാൻ കഴിയുന്നെങ്കിൽ നമ്മൾ ആണ് രക്ഷിക്കപ്പെട്ടവർ. അങ്ങനെയുള്ളവരെ ഒരിക്കലും ദൈവം കൈവിടുകയില്ല. നമ്മൾ ഇതിലൊന്നും തോക്കാനില്ല. ഇതിലൊന്നും നമ്മൾ പ്രശംസ നഷ്ടപ്പെട്ടു എന്നുള്ള ചിന്ത വേണ്ട. ഞാൻ അവിടെ ഒറ്റപ്പെട്ടു എന്നുള്ള ചിന്ത വേണ്ട. ഒറ്റപ്പെടട്ടെ, ദൈവം എന്നോട് കൂടെയുണ്ട്. ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ആ ഒറ്റപ്പെടലിൽ സന്തോഷമായിരിക്കും. ദൈവത്തിന്റെ മുന്നിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന എത്രയോ ഭംഗിയായിരിക്കും. അതുകൊണ്ട് ഇന്ന് നമ്മൾ തീരുമാനിക്കണം, അല്ലാതെ നമുക്ക് രക്ഷയില്ല. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പിൻ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. ആമേൻ. നന്മ ചെയ്യുന്നവരുണ്ടോ നോക്കുമ്പോൾ വിശ്വസ്തയുള്ളവരുണ്ടോ നോക്കുമ്പോൾ ഇല്ല. അങ്ങനെ വരാവുന്ന ഒരു കാലം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ലോകത്തെ നശിപ്പിക്കും. കർത്താവിനോട് അപേക്ഷിച്ച് പറഞ്ഞു, കർത്താവേ 1000 പേരുണ്ടെങ്കിൽ നീ ഉപദ്രവിക്കോ? ഇല്ല. 1000 പോയിട്ട് 100 പേരുടെ പറ്റുമോ? ഇല്ല, ഉപദ്രവിക്കില്ല. ഒരാളെങ്കിലും അതുപോലും ഇല്ലാത്ത രീതിയിൽ നഷ്ടപ്പെട്ട് ദൈവത്തിന്റെ ദോഷം അനുഭവിച്ചിട്ട് കഷ്ടപ്പെട്ട് നശിച്ചു പോകാതെ ദൈവത്തിന്റെ നന്മയിലേക്ക് എന്തുകൊണ്ട് തിരിഞ്ഞുകൂടാ? ഇത്രയും ചെയ്യുവാൻ കഴിവുള്ളവനാണ്. ഇത്രയെല്ലാം നന്മ ചെയ്ത് നമ്മളെ ഇവിടം വരെ എത്തിച്ചിട്ടും അവനെ അറിയുന്നില്ല എന്ന് പറയുവാൻ അവന്റെ വലിയ പൊക്കമൊന്നും എനിക്ക് കാണണ്ട. ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കും. ഇത് പറയാൻ നമ്മുടെ നാക്ക് പൊങ്ങിയോ ആ നാക്ക് എവിടം വരെ പോകും? ഞാൻ എന്റെ ഇഷ്ടത്തിന് നടക്കും. ഇതൊക്കെയാണോ നമ്മൾ ചെയ്യാനുള്ളത്? അവൻ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? ഈ പറയുന്നവനെ പ്രതിക്രിയ ചെയ്യും. ഇത് ആ സാധാരണ സ്ത്രീയെ പ്രതിക്രിയ രക്ഷിക്കുന്ന കാര്യമാണ്. അതാണ് നീതിമാന്മാര് അവരെ പറ്റി പറഞ്ഞിട്ട് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ദൈവം ആ പാപിയെ വിടുകയില്ല. അന്ന് ദൈവത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് നമ്മുടെ ആവലാദികളെല്ലാം ഒന്ന് പറഞ്ഞാല് ഒരിക്കലും നമുക്ക് നന്മ തരാ ദൈവം വിടുന്നവനല്ല. ആ വിശ്വാസത്തിൽ നമ്മൾ നിന്ന് നമ്മളെ ചോദിച്ചാൽ നിശ്ചയമായി നമുക്ക് നന്മ കിട്ടും. പക്ഷേ ഒരുത്തൻ പോലും നന്മ ചെയ്യാത്തവനാണെങ്കിൽ എന്ത് ചെയ്യും? അവൻ നശിപ്പിക്കും. അതുപോലെ തന്നെ ഈ പ്രതിക്രിയ നമുക്കായിക്കൂടെ? ദൈവത്തെ ഞാൻ അറിയുന്നില്ല, ദൈവത്തെ ഞാൻ ഭയക്കുന്നില്ല, എനിക്ക് ദൈവത്തെ ഭയമില്ല, പിന്നെ ഞാൻ ഇങ്ങനെ വരുന്നു പോകുന്നു, അതെങ്ങനെ സാമാന്യ മര്യാദയ്ക്കാൻ വരുന്നു? എങ്ങനെ നാക്ക് പോകും ഇതൊക്കെ പറയാൻ? അവൻ ലാസ്യം ശിക്ഷിക്കുന്നത് അവരെയല്ല, നമ്മളെ ആയിരിക്കും ഈ പറയുന്നവർ. വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ സാധുക്കളെ രക്ഷിക്കുകയും ചെയ്യും, ഈ വക്രരെ ശിക്ഷിക്കുകയും ചെയ്യും. രക്ഷിക്കുന്നവൻ ശിക്ഷിക്കും. അത് രണ്ടിനും അവന് അവകാശമുണ്ട്. അത് നമ്മൾ തിരഞ്ഞെടുക്കുക. നമുക്ക് രക്ഷ വേണോ ശിക്ഷ വേണോ? രക്ഷിക്കുന്നവനായ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് ഒരു ശിക്ഷ കിട്ടിയാൽ അത് സഹിക്കാൻ നമുക്ക് പറ്റുകയില്ല, അത് പൊറുക്കാൻ നമുക്ക് പറ്റുകയില്ല. അതിന് നമ്മൾ ഇടം കൊടുക്കാതിരിക്കുക, അത്രേ ചെയ്യേണ്ടത്. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. 9 വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. ദൈവത്തെ വിശ്വസിക്കുന്നവരുണ്ടോ എന്നർത്ഥം. ദൈവത്തിന് എന്നെ നമ്മളിൽ സംശയം. നമ്മളെന്തെല്ലാം നന്മ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുന്നു. പക്ഷെ നമ്മളെ പറ്റി പറയുന്ന കേട്ടില്ലേ? ഞാൻ രക്ഷിക്കാൻ വരുമ്പോൾ അവർ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇല്ലാത്തൊരു ജനമായി നമ്മൾ നഷ്ടപ്പെട്ടു പോയി. വർഷങ്ങൾ ജീവിച്ചു, കഷ്ടവും നഷ്ടവും എല്ലാം അനുഭവിച്ചു. എന്നാലും ഇന്നെങ്കിലും നമ്മൾ ഒരു തീരുമാനത്തിലെത്തുക. ഓരോ വർഷങ്ങൾ അതിന് പുതുക്കത്തിന്റെ വർഷമാകട്ടെ. ഇന്നെങ്കിലും നമ്മൾ തീരുമാനമെടുക്കുക. ഞാൻ എന്റെ ദൈവത്തിന്റെ കൂടെ നിൽക്കും, അവൻ പറയുന്നതനുസരിച്ച് ഞാൻ ജീവിക്കും, അവന്റെ കൂടെ നിന്ന് ഞാൻ നന്മ ചെയ്യും, ഞാൻ നന്മ അനുഭവിക്കും.
ആ ഒരു വിശ്വാസം നമുക്കുണ്ടായില്ലെങ്കിൽ അയ്യോ കഷ്ടം. ആമേൻ. യേശുവേ ഹല്ലേലൂയ. 9 തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞതെന്നാൽ 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചു പറിക്കാർ, നീതി കെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ അറിയാവോ? ഞാൻ ലോകത്തിന്റെ പ്രഭുവാണ്. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോ ദൈവം കേട്ടേ പറ്റൂ. ദൈവം അതെല്ലാം കേൾക്കണം. ഞാനല്ലായികയാൽ എന്നെ രക്ഷിക്കണമേ. നിന്നെ എങ്ങനെ ദൈവം രക്ഷിക്കും? നാടുകളെ നടന്ന് നഷ്ടപ്പെട്ടിട്ട് ദൈവസന്നിധിയിൽ ഒന്ന് വന്നിട്ട് പറയുന്ന വാക്കുകളാണിത്. ഈ വാക്കുകൾ കേട്ടാൽ ദൈവം എങ്ങനെ രക്ഷിക്കും? ദൈവം എങ്ങനെ നമ്മളെ നിറവേണം? അതുകൊണ്ട് ഇന്നെങ്കിലും തീരുമാനിക്കുക, അവന്റെ പ്രാർത്ഥന എന്തൊന്ന് കേൾക്കണം. തങ്ങൾ നീതിമാന്മാർ എന്നുറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞതെന്നാൽ 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചു പറിക്കാർ, നീതി കെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. ആവശ്യമുള്ളതെല്ലാം പള്ളിക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം അവിടെ പറയുന്നുണ്ട്. എനിക്ക് അവിടെ ട്രസ്റ്റ് സ്ഥാനമുണ്ട്. പക്ഷേ ഇന്നിവിടെ വന്നില്ലെങ്കിൽ നിനക്ക് എന്ത് പ്രയോജനം? ദൈവം ഇവിടെ വന്ന് ന്യായം വിധിക്കുന്നെന്ന് വിചാരിച്ചെന്ന് ഏത് സമയത്ത് വന്ന് ന്യായം വിധിക്കാം. അവൻ നമ്മളെ ചെക്ക് ചെയ്തിട്ടെല്ലാം നമ്മളെ തെറ്റുകാരും കുറ്റക്കാരുമായി നമ്മളെ കണ്ടിരിക്കുകയാണ്. എന്നിട്ട് പ്രാർത്ഥന എന്താണ്? ഞാൻ എല്ലാ നന്മകളെയും ചെയ്തു. എനിക്ക് രോഗവാനിലൂടെ ഞാൻ വന്നില്ലെന്നല്ല. അല്ല, ഇപ്പൊ വന്നിട്ട് എന്താ സഹായിക്കാനാണ്? എന്ത് കിട്ടാനാ? ഇങ്ങനെ പറയുന്ന അധികാരത്തോടു കൂടി നിന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ ആരെയും കേൾപ്പിക്കത്തില്ല, അധികാരം മനസ്സിലാവും. എന്നാൽ ഈ നന്മയും കൂടെ മനസ്സിലൊന്ന് വന്നിരുന്നെങ്കിൽ ആരോട് കയറി ഇവര് വഴക്കിനും പോകുന്നില്ല. വന്നോ, സ്റ്റാൻഡേർഡിൽ അവിടെ ഇരുന്നോ, കേട്ടോ, ഓക്കെ, പോയി. പായി പായി. എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? ദൈവത്തെ അപമാനിക്കാനോ ദൈവത്തെ സ്നേഹിക്കാനോ? ദൈവം തന്ന നന്മകൾക്കനുസരിച്ച് അവനെ നന്ദിയോടെ അവനെ സ്തുതിക്കാൻ പകരം വന്നിട്ട് പറയുന്ന വാക്കുകളാണ്. ഇതല്ലേ ഇതിനകത്ത് ഞാനെന്ന് പറയുന്നതല്ല, ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന വിളിച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് നമ്മളൊന്ന് തീരുമാനിച്ചു നോക്കി, നമ്മൾ ഇതേത് പക്ഷത്തുള്ളവരാണ്. ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചു പറിക്കാർ, നീതി കെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. ഞാൻ ആരാണ്? ഒമ്പത്തേതാണ്. ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നിനക്ക് എത്ര നന്മ കിട്ടും? നിനക്ക് എത്ര ഗതി കിട്ടും? ഇതെല്ലാം നമ്മൾ നിസ്സാരമായി കണ്ടിട്ട് ഈ മാതിരി വാക്കുകളും ഈ മാതിരി ധിക്കാരങ്ങളും പറഞ്ഞ് നടന്ന് എവിടെ ചെന്നെത്തും? എത്രയോ നടന്ന് നഷ്ടപ്പെട്ട് ജന്മം നഷ്ടപ്പെട്ടിട്ട് നടക്കുന്നു. എന്നാലും ആ നാക്കും വാക്കും മാറുകയില്ല. ഇനി എന്നത് മാറും? ഈ വർഷത്തിന്റെ അവസാനമെങ്കിലും നമുക്കൊരു പുതുക്കമെടുക്കാം. ആരെയും കുറ്റം പറയുന്നതല്ല. അന്നത്താനെ ചിന്തിച്ചു നോക്കുക, ഞാൻ ഇതിലേത് ഗണത്തിൽപ്പെട്ടതാണ്? പരീശനാണോ അതോ അടുത്തവനാരാ? ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തുവെന്നോ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. ചുങ്കക്കാരനോ ദൂരത്ത് നിന്ന്
സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ ഭാരം കഴിച്ചു. ദൈവമേ, അവന്റെ മനസ്സിലുള്ളത് എനിക്ക് ഇത്രയും പോലും ദൈവത്തിന്റെ അടുത്തും ദൈവത്തിന്റെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് കഴിവില്ല. ദൈവമേ, ഞാൻ അത്ര തെറ്റുകൾ ചെയ്തു പോയി, എന്റെ തെറ്റുകൾ വലിയതാണ് എന്നുള്ളൊരു വിശ്വാസം അവന്റെ മനസ്സിലുള്ളത് കൊണ്ട് നിത്യമായി അവനെ ദൈവം രക്ഷിക്കും, അവന്റെ പ്രാർത്ഥന കേൾക്കും എന്നെല്ലാമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ആർക്ക് വായിച്ചാലും മനസ്സിലാക്കാം. പക്ഷേ ചിന്തിക്കുന്നവന് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. വായിച്ചു പോകാം, അവന്റെ ഘടനയും എല്ലാം നടത്തി അവൻ മിടുക്കനായി നടക്കട്ടെ. ദൈവം പറയുന്നത് ആ മിടുക്കൊന്നും എനിക്ക് വേണ്ട. ദൈവത്തെ ഭയക്കുന്നവനും ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു ജനത്തെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു വേണ്ടി നമ്മൾ ഇരുന്ന് കൊടുക്കാതെ നമ്മൾ ഓടി നടന്ന് ഭക്തതയും വളമയും കാണിച്ച് ജീവിച്ച് രോഗവും വന്ന് നശിച്ച് കരയുമ്പോഴും വിടില്ല. ചുങ്കക്കാരൻ എന്താ തെറ്റിയത്? ഗവൺമെന്റ് പറയുന്ന അനുസരിച്ച് തിരിക്കുന്നു. ആ ടാക്സ് പിരിക്കുന്നു. അവൻ തെറ്റുകാരനാണോ? ആയിരിക്കണം, അല്ലായിരിക്കാം. നമുക്കതല്ല, ഒരു ഉദാഹരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളതിനെ മാനിച്ചേക്കുക, നന്മയിലേക്ക് നമ്മൾ ചെല്ലുക. അങ്ങനെ ചെയ്യാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കലില്ല. ഇതിന്മേലെല്ലാം ചെയ്ത് സുന്ദരവാക്കുകൾ പറഞ്ഞിട്ടൊന്നും ദൈവം രക്ഷിക്കില്ലെന്നാണ് ഈ പറഞ്ഞു വരുന്നില്ല. ദൈവം രക്ഷിക്കണോ? ഹൃദയ നന്മയോടുകൂടി അവന്റെ സന്നിധിയിലേക്ക് കിടന്നു. അവൻ നമ്മളെ കാക്കും, അവൻ നമ്മളെ കരുതും, അവൻ നമ്മളെ വഴി നടത്തുന്നവനാണ്. ആ വഴി നടത്തുന്ന അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടി നമ്മൾ ദൈവത്തെ വിളിച്ച് പറ്റൂ. ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. 14 അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. രണ്ട് ഭാഗത്തുള്ളവരാണ് നമ്മൾ. തന്നെത്താൻ ഉയർത്തുന്നവരും തന്നെത്താൻ താഴ്ത്തുന്നവരും. തന്നെത്താൻ താഴ്ത്തുന്നവൻ രക്ഷപ്പെടും, തന്നെത്താൻ ഉയർന്നവൻ നശിച്ചു പോകും. നമുക്ക് എന്ത് തീരുമാനത്തിലെത്താം? തന്നെത്താനെ ഉയർത്തണോ, തന്നെത്താനെ താഴ്ത്തണോ? അങ്ങനെ ചെയ്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവത്തിലേക്ക് പോകാൻ വഴി കിട്ടി. ഇതാണോ നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. നമ്മുടെ അടുത്തൊരു മനുഷ്യൻ പാവങ്ങളോട് കൂടി വന്നു കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്തുകയാണോ അതോ അവരെ പറഞ്ഞയക്കുകയാണോ വേണ്ടത്? ദൈവത്തിൽ നിന്ന് പറഞ്ഞയക്കുന്ന ഒരു കൂട്ടമേ ഈ ദൈവത്തിന്റെ ശിഷ്യനാന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഈ ദൈവത്തിന്റെ ശിഷ്യനാണെങ്കിൽ അവൻകരെ അടുത്തിട്ട് നിന്റെ പ്രവൃത്തി കണ്ടിട്ട് അവരും കൂടെ നന്നാകട്ടെ. അതല്ലേ വേണ്ടിയത്? 17 ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ദൈവരാജ്യത്തെ കൈക്കൊള്ളാതെ നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നാലും ഒരു പ്രയോജനവുമില്ല. അവനെ ദൈവത്തിലേക്ക് ദൈവരാജ്യത്തെ സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെതായ രീതിയിൽ നിൽക്കണം. അല്ലാതെ പഴയ കഥകൾ പറഞ്ഞിട്ടുന്ന ഒരു കാര്യങ്ങളില്ല. ഇതൊക്കെ എന്നാ ഇനി പഠിക്കുന്നത്? നന്മയിലേക്ക് നീങ്ങുക. പൈതങ്ങളെ എന്റെ അടുക്കളയിൽ കൂടാൻ പറഞ്ഞ് പൈതങ്ങളിൽ കുറ്റം ചെയ്യാത്തവരാ. ചെറുകൂത്ത് കഴിയുമ്പോഴാണ്, തലകുത്ത് കഴിയുമ്പോഴാണ് ഈ കുറുപ്പും കുഞ്ഞായ്മയില്ല. നിങ്ങൾ ദൈവത്തെ വിളിക്കാനാണോ പോകുന്നത് അതോ ദൈവത്തെ ഭരിക്കാനാണോ പോകുന്നത്? ദൈവത്തെ ഭരിക്കുന്ന ജനമേ, ഇന്നെങ്കിലും അത് നിർത്തിയിട്ട് നിന്റെ ഹൃദയം ദൈവത്തിന് കൊടുത്തിട്ട് അവൻ കീഴടങ്ങി നിൽക്കുക. അവൻ നമ്മളെ രക്ഷിക്കുക നിശ്ചയമാണ്. ഇങ്ങനെ വള്ളി വരുന്നു, എന്തിനു വരുന്നു? വന്നേച്ചു പോന്നു. ഞാൻ ഇന്നും വരുന്നുണ്ട്, ഞാൻ ഇന്നും ആരാധനയെ കൂടുന്നുണ്ട്. ആരാധനയിലെങ്ങും കൂടുന്നൊന്നുമില്ല. ഇപ്പൊ സുഖമായിട്ട് ഇരിക്കാം. മറ്റേ പണ്ടൊക്കെ ആണെങ്കിൽ ഇത്തിരി ശരീരമെങ്കിലും അനുമായിരുന്നു. ഇന്ന് അതെല്ലാം മാറ്റേണ്ട സമയം കഴിഞ്ഞു. ഇനി ആരാധന പോലെ തന്നെ നടത്തണം. അല്ലാതെ ഒന്നും ഈ ചുമ്മാതിരുന്ന് അങ്ങനെ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. ഉള്ളവരെങ്കിലും രക്ഷപ്പെട്, അതിലുള്ളവരെങ്കിലും രക്ഷപ്പെട്. അതിന് ദൈവ അവസരം തരുന്നു. ഈ അവസരങ്ങൾ എത്ര നാളുകൂടെ കാണും എന്നുള്ളതാണ് ചിന്താവിഷയം. ലോകത്തോടും ജാതിയോടും കലഹിക്കും. ഇതിന്റെ ഇടയിൽ ദൈവം വരും. അപ്പൊ ഇവിടെ കലഹിക്കുന്നില്ലയോ? ഇഷ്ടം പോലെ. അവനെ കൊന്നു, അവിടെ 1000 ചത്തു, ഇവിടെ 1000 ചത്തു.
ഇവിടെ 1001 എത്തും, ഇവിടെ 2001 എത്തും. അപ്പൊ ഇതിന്റെ ഇടയിൽ ദൈവം വരാൻ സമയമായോ? വരുമ്പോൾ ശിക്ഷാവിധിക്കുമ്പോൾ നമ്മൾ ശിക്ഷാവിധിയിൽ അകപ്പെട്ടു പോകാതെ എന്നെങ്കിലും ഹൃദയത്തെ താഴ്ത്തി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരിക. അവൻ നമ്മളെ രക്ഷപ്പെടുത്തുന്നവനാണ്. അവന്റെ വാക്കുകൾക്ക് വില കൊടുക്കുക. അല്ലാതെ നടന്ന് നഷ്ടപ്പെട്ട അയ്യം വിളിച്ചിട്ട് എന്ത് പ്രയോജനം? ഈ ലോകം ഇത്രമേ അധപ്പതിച്ചിരിക്കുന്ന ഈ കാലത്തും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ദൈവത്തെ വിളിക്കാനൊരു മാന്യത കാണിക്കണം. അങ്ങനെയെങ്കിലും ഒന്ന് കാണിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. അല്ലാതെ ദൈവത്തെ കുറ്റവും പറഞ്ഞ് ദൈവത്തെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? ദൈവം തന്നെ ഇവിടെ ചെയ്യുന്നത് ഒരു ജാതിക്കാരൻ ഈ ദൈവത്തെ കുറ്റം പറയും, ഈ നമ്മുടെ ജാതിക്കാരൻ വേറെ ദൈവത്തെ കുറ്റം പറയും. ഇത് രണ്ടും ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതെല്ലാം ദൈവത്തിൽ വരുന്ന ജനമാണ്. ദൈവം പറഞ്ഞിട്ട് ജന്മം കിട്ടിയ ജനമാണിത്. ആര് മാനിച്ചാലും അവനെ രക്ഷിക്കും. അവിടെ ജാതിയില്ല, കുലമില്ല, വംശമില്ല. ആ ഒരു ചിന്തയോടുകൂടി എന്നെങ്കിലും നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തിയാൽ അവൻ നിശ്ചയമായി നമ്മളെ രക്ഷിക്കുമെന്ന് പറയുന്നു. 18 ഒരു പ്രമാണി അവനോട് 17 ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശിശുക്കളായ കുഞ്ഞുങ്ങൾ അവര് നന്മയല്ലാതെ അവർക്ക് തിന്മയൊന്നും അറിയത്തില്ല. അവരെ എപ്പോഴും സന്തോഷിച്ച് ചിരിച്ചു അവരുടെ വീട്ടിൽ പറയുന്നത് കേട്ട് ജീവിക്കും. അപ്പൊ അവർക്ക് അവരുടെ അപ്പന്മാർക്ക് അവരോട് സ്നേഹം തോന്നില്ലേ? അതങ്ങോട്ട് പോയി ഒരു 10-17 ആയി കഴിയുമ്പോ അവന്റെ തോന്നിയ വഴിയേ പോകും. അപ്പനാരുടെ അപ്പനെക്കാട്ടിലേക്കാണ് ശക്തി. ഞാൻ ഒരെണ്ണം കൊടുത്താൽ താഴെ വീഴും. ഈ കാലത്ത് ജീവിക്കുന്ന ജനത്തോടാണ് ദൈവം ഈ കഥകളെല്ലാം പറയുന്നത്. ജീവിക്കണോ? ദൈവത്തിൽ ഭയമുള്ളവനായിരിക്കണം. ദൈവം എന്റെ രക്ഷകനാന്നുള്ള ചിന്തയുണ്ടായിരിക്കണം. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, നമ്മളെ കരുവെന്നുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. ഈ വിശ്വാസങ്ങളെല്ലാം നടന്നാൽ അവൻ നിശ്ചയമായി നമ്മളെ നേർവഴി കാട്ടി അവന്റെ സന്നിധിയിലേക്ക് നമ്മളെ സ്വീകരിക്കും. ആ സ്വീകരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഓടി നടക്കുന്നത്. വീട്ടിൽ കിടന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാമായിരുന്നു. അതെല്ലാം കളഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്ന് വരുന്ന പുറപ്പെടുന്ന എന്തിനാ? രക്ഷകന്റെ കൂടെ കൂടാൻ. എനിക്കെന്റെ രക്ഷകനെ കണ്ടാൽ മതി.